ഒരു വട്ടം കൂടി തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ മരമൊന്നുരക്കുവാൻ ആ നെല്ലിൽ മരമൊന്നുരക്കുവാൻ മോഹം. എൻ്റെ പേര് ദിലീപ്. പത്തിനെ പഠിച്ചിരുന്നത് ഗോവിന്ദന സ്കൂള്. പിന്നെ പറഞ്ഞാൽ 2 കുട്ടികൾ. ആൺകുട്ടി +1 പഠിക്കുന്നു, നടുവട്ടം പെൺകുട്ടി പഠിക്കുന്നു. ഞാനിപ്പോൾ ഓട്ടോ ചിന്തിച്ചാണ്. ഒരു 24 കൊല്ലം ബസ്സിന് കണ്ടക്ടറായി പോയി. പിന്നെ രാത്രി ഉറപ്പാക്കാൻ ബുദ്ധിമുട്ട് കാരണം ഓട്ടോ ചിന്തിച്ചാണ്. എൻ്റെ പേര് ശങ്കരനാരായണൻ. ഞാൻ 10 ബിയിലെ പഠിച്ചിട്ടുണ്ട്. 10 ബിയില 10 ഡി ഞാൻ നോക്കുന്നേ. എനിക്ക് തൊഴിൽ ഏർപ്പെട്ട ഇങ്ങനെ തെങ്ങ് കയറ്റം എല്ലാ തൊഴിലുണ്ട്. പശു വളർത്തുന്നുണ്ട്. എൻ്റെ മക്കൾ മോളുടെ കല്യാണം കഴിഞ്ഞു. 3 മക്കളാണ്. 2 ചേട്ടന്മാരും 3 മോളാണ്. മോളുടെ കല്യാണം കഴിഞ്ഞു. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് രാജേഷ്. ഞാൻ ഒരു ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രിക്കൽ പ്ലംബിങ് എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാതിരി എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. എനിക്ക് 2 മക്കളാണ്. മൂത്ത കുട്ടി മറ്റേ കമ്പ്യൂട്ടർ ഡിസൈനിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നു എറണാകുളത്ത്. അതേമാതിരി രണ്ടാമത്തെ +2 പഠിക്കുകയാണ് ചാലിശ്ശേരി സ്കൂളിൽ. എൻ്റെ പേര് മുസ്തഫ. ഞാൻ ഏത് ക്ലാസ്സിൽ പഠിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കെല്ലാം അറിയില്ല. 5ാം ക്ലാസ്സിൽ വന്ന് ചേർന്നിട്ട് ഏതൊക്കെ ക്ലാസ് ഉണ്ടോ ഈ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്രന്റീസിങ് ആയാലും കൊണ്ട് എഫിലും പോയിട്ട് ഇരുന്നുണ്ടോ സംശയമുണ്ട്. ഞാനല്ലേ 10ാം ക്ലാസ്സിൽ ചെത്തിക്കുമ്പോൾ അത് ശരിയായ സംശയം. ബാക്കി 9ല് ബി ആയിരുന്നു. 10ൽ ബി ആവും. 10ൽ പക്ഷെ 9 ഈ സൂപ്പറായിരുന്നു കേട്ടോ. അതാണ് ശരിക്കും 10ാം ക്ലാസ് പഠിച്ച ഓർമ്മയിലില്ല. 9ാം ക്ലാസ് പഠിച്ച ശരിക്കും ഓർമ്മയില്ല. അതല്ല ഉണ്ടായിരുന്നു, പക്ഷെ അത് എൻജോയ് ചെയ്തില്ല. എൻജോയ് ചെയ്ത് ശരിക്കും 9ാം ക്ലാസ്സാണ്. അത് ശരി, അതിനെന്താ തോറ്റില്ല. പക്ഷെ പഠിക്കും മോശം കാരണം തന്നെയാണ്. 9ാം ക്ലാസ് അങ്ങനെ ആയിരുന്നു. അറിയാം, പഠിച്ചവർക്ക് അറിയാം. മാത്രമേ എന്നെ ഭാഷയിലും എൻ്റെ പേര് ശങ്കരൻ. 10 ഡിയിലാണ് പഠിച്ചത്. 2 ആൺകുട്ടികളാണ്. രണ്ടാമത്തെ ഞങ്ങൾ വിറ്റുവരുന്ന മറ്റൊരു പുസ്തകത്തിന്റെ പേരാണ് ദുർനടപ്പ് ഭാഷാപോഷണി. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അതിപ്രാധാന്യത്തോടെ പ്രചരിപ്പിക്കുന്ന ഈ പുസ്തകത്തിന്റെ വില വെറും 3 രൂപ മാത്രം. ഞങ്ങൾ വിറ്റുവരുന്ന മറ്റൊരു പുസ്തകത്തിന്റെ പേരാണ് പൂവാല പോഷണി. നഗരത്തിൽ ചെത്തി നടക്കുന്ന ചെത്ത് പിള്ളേർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട ഈ പുസ്തകം ഞങ്ങൾ വിറ്റുവരുന്നത് വെറും 3 രൂപയ്ക്ക് മാത്രം. 16 വയസ്സുകാരി എങ്ങനെ ലൈനടിക്കാം, 19 വയസ്സുകാരി എങ്ങനെ കല്യാണം കഴിക്കാം, 21 വയസ്സുകാരി എങ്ങനെ ഗർഭിണിയാക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ ഈ പുസ്തകത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ പ്രതിപാദിക്കുന്നു. ഞങ്ങൾ വിറ്റുവരുന്ന മറ്റൊരു പുസ്തകത്തിന്റെ പേരാണ് ഇംഗ്ലീഷ്, മലയാളം,
ഹിന്ദി ഭാഷാ പോഷണി. വഴിതെറ്റി നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ അമേരിക്കയിൽ ചെന്നുപെട്ടാൽ സ്വന്തം നാട്ടിൽ തിരിച്ചെത്താൻ നിങ്ങൾക്ക് ഈ പുസ്തകം സഹായകമാകുന്നു. അതുപോലെ തന്നെ ബോംബെ പോലെയുള്ള വൻകിട നഗരങ്ങളിൽ ചെന്നുപെട്ടാൽ ചോറ് മാത്രം തിന്ന് ശീലിച്ച നിങ്ങൾ ഹോട്ടലിൽ ചെല്ലുന്നു, ചോറെന്ന് വിളിച്ചു പറയുന്നു. കള്ളനെന്ന് തെറ്റിദ്ധരിച്ച് ഹോട്ടലിലുടമയും സപ്ലൈയും നിങ്ങളെ ചേർന്ന് തല്ലുന്നു, ബ്ലഡി ബാസ്റ്റഡ് എന്ന് വിളിക്കുന്നു. ബ്ലഡി ബാസ്റ്റഡിന്റെ അർത്ഥം മനസ്സിലാവാത്ത നിങ്ങൾ പുസ്തകം എടുക്കുന്നു, അർത്ഥം മനസ്സിലാക്കുന്നു, താങ്ക്സ് പറയുന്നു, തിരിച്ചു പോകുന്നു. ആംബുലൻസ് പോകുമ്പത്തെ സൗണ്ട്. അമൂല്യമായ ഔഷധമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നിങ്ങൾക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന് ലഘു പരീക്ഷണത്തിലൂടെ തെളിയിക്കുന്നതായിരിക്കും. ഹിമാലയ പർവ്വതത്തിന്റെ താഴ്ന്ന നിലാവുള്ള രാത്രി സ്വാമി കൊടാനന്ദൻ കുത്തിയിരുന്ന കുപ്പിൽ കാശുമാർ ചേർത്തുണ്ടാക്കുന്ന സുഹൃത്തുക്കളെ യാസ്വാമി സ്ഥലം കുപ്പിയുള്ള ചേട്ടന്മാർ കുപ്പിയിൽ കൊടുക്കും, കുപ്പിയില്ലാത്ത ചേച്ചിമാർക്ക് പാർസൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ മടിക്കുന്നത് കടന്നു. വൈശാഖ സന്ധ്യേ നിന്നും ചുണ്ടിലെന്തേ അരുമസഹിത നദര കാന്തിയോ. പ്രോഗ്രാമുകളെല്ലാം ചെയ്യുമ്പോൾ അതിന്റെ എഡിറ്റിംഗ് സുഭാഷാണ് ചെയ്യല്. ഒരു വലിയൊരു ഒരു കാര്യം കൂടിയാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ ഗ്രൂപ്പില് 1-2 ആൽബങ്ങൾ പാട്ടുകളൊക്കെ ചെയ്യുന്നുണ്ടായി. അതിന്റെ എഡിറ്റിങ്ങും മ്യൂസിക് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. വേനൽമഴ തറവാട്ട് ഗ്രൂപ്പിലെ പങ്കജം ആലപിച്ച ഗാനങ്ങള് പ്രകാശനം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടില്. അതുപോലെ നമ്മുടെ ഈ വോയിസ് ഗ്രൂപ്പിന്റെ കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് അതിന്റെ പരസ്യങ്ങള് എഡിറ്റിംഗ് ചെയ്യുന്നതിന് നമ്മുടെ സുഭാഷ് വലിയൊരു കയ്യടി കൊടുക്കാൻ. പിന്നെ എന്നെ പറ്റിയിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ചാത്തനൂരാണ് ജനിച്ചു വളർന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്ന പെരുമ്പിലാവിലാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പെരുമ്പിലാവ് പോയിട്ട് സ്ഥലം മേടിക്കുകയും അവിടെ വീട് വയ്ക്കുകയും ചെയ്തു. അൻസാറിൻ്റെ ബാക്കിലാണ് ആദ്യം ഞാൻ സ്ഥലം മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലം വെക്കേണ്ടി വന്നു, എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ടുണ്ട്. അപ്പോഴും ഞാനതിൽ താമസം, എൻ്റെ മോളുടെ കല്യാണം, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാരണം അതിനുശേഷം ഞാൻ വീണ്ടും ഹൈവേയുടെ അവിടെ വീണ്ടും സ്ഥലം മേടിച്ച് വീട് വെച്ചു. എൻ്റെ